ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ മൈൻക്രാഫ്റ്റിന്റെ ലെറ്റ്സ് പ്ലേയുടെ മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ഗൈസ്. അപ്പം നമ്മൾ മൈൻക്രാഫ്റ്റിന്റെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ മലയുടെ മണ്ടയിൽ എങ്ങാണ്ട് ബെഡൊക്കെ വെച്ച് സെറ്റ് ആക്കിയായിരുന്നു. ഇപ്പം നമ്മൾ ജസ്റ്റ് ഇങ്ങോട്ട് മാറ്റി. അത് നിങ്ങൾ കഴിഞ്ഞ വരെ ശ്രദ്ധിച്ചവർക്ക് മനസ്സിലാവും. നമ്മൾ അതിന്റെ അവസാനം നിങ്ങൾ കണ്ടായിരുന്നു, ഒരു സോംബി വന്നിട്ട് വില്ലേജറിനെ അടിച്ച് സോംബി വില്ലേജർ ആക്കി രണ്ടെണ്ണം നിങ്ങൾ യുദ്ധനെ ടോട്ടിക്കുന്നത്. ടോട്ടി ഞാൻ വരെ അടിച്ച് നമുക്ക് ഇങ്ങോട്ടങ്ങ് ആക്കാന്ന്. അപ്പം ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിന്റെ ഗോൾ എന്ന് പറയുമ്പോൾ രണ്ട് വില്ലേജർ ആദ്യം പൂട്ടിയിടണം ഗൈസ്. അതാണ് ഒന്നാമത്തെ ഗോള്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ സ്ഥലമൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം. ഡയറക്റ്റ് എടുക്കാൻ കേസ് നമുക്ക് രണ്ടെണ്ണത്തേക്ക് പൂട്ടിയിടാം. നമുക്ക് കുറച്ച് സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്ത് കുറച്ച് അയണൊക്കെ കിട്ടുമോ നോക്കണം. നമുക്ക് ആരെങ്കിലും ഒക്കെ വീടിനകത്ത് കയറി പോകണ്ടോ നോക്കാം. ഇപ്പം വീടിനകത്ത് കയറുമോ ഗൈസ്? കയറും. കയറി 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 ഓക്കെ ഗൈസ്, അവന്മാരെ അടച്ചിട്ടുണ്ട്. മണ്ടയ്ക്കൂടെ അടയ്ക്കാം. കുറച്ച് സേഫ്റ്റി ആണ് ഗൈസ്, അല്ലെങ്കിൽ ചിലപ്പോഴേ പറയാൻ പറ്റത്തില്ല. ബെഡ്റോക്കാം ഇത്രയും മതി. ഇപ്പം അപ്പുറത്തേനെ മടക്കി ഇവിടെ അടച്ചിട്ട് ഓക്കെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഒരു ബേസിക് ടൂൾസ് പോലും ഇല്ല ഗൈസ്. നമുക്ക് കുറച്ച് അയണ്ട സാധനങ്ങളൊക്കെ ഒപ്പിക്കാം. നമുക്ക് ചെസ്റ്റ് ഉണ്ടോ എൻ്റെ കയ്യിൽ? ചെസ്റ്റ് ഗൈസ് 5 ഉള്ളൂ. അത് ഇവിടെ ഇരിക്കട്ടെ. നമുക്ക് ഒരു ചെസ്റ്റ് ഉണ്ടാക്കിയിട്ട് നമ്മുടെ ഈ ക്യാരറ്റ് അതിനകത്തോട്ടൊന്ന് വെച്ചിട്ട് നമുക്ക് ഇവിടെ രണ്ടെണ്ണം ഓൾറെഡി ബ്ലോക്ക് കിടന്നു. അതിനെന്തോ വയ്ക്കുന്നു? അയൺ കൊടുത്ത എമറാൾഡ് ഗൈസ്. നമുക്ക് ഒരു ട്രെയിനിങ് ഹാളൊക്കെ ഭാവിയിൽ ഉണ്ടാക്കണം. കുറച്ച് അയൺ ഫാമൊക്കെ ഉണ്ടാക്കിയിട്ട് ഒന്നുമില്ല. നമുക്ക് ആദ്യം ഒന്ന് എക്സ്പ്ലോറിങ്ങിനെ പോകാം ഗൈസ്. നമുക്ക് കുറച്ച് ഫുഡിൻ്റെ ആവശ്യമുണ്ട്. ഫുഡ് കിട്ടിയിട്ട് നമുക്ക് ബാക്കി പരിപാടി നോക്കാം. അപ്പോൾ ഇതിപ്പം ഫുഡ് കയ്യിലുള്ള ക്യാറ്റിന് ഈ മരം ബീഡിങ് കെട്ടിയിടും. ആരും കണ്ടിട്ടില്ല. ഒരു വെട്ടിയെടുത്ത സാധനം കിട്ടില്ല, കൈ കിട്ടിയില്ല. ചെസ്റ്റ് ഉണ്ടാകട്ടെ വെച്ച്. ഓക്കെ, ചെസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ചെസ്റ്റ് ഇങ്ങോട്ട് വെക്കാം. നമുക്ക് ഭാവി വലുതാക്കാം. ഇനി ഇതും മീറ്റും ലിവറും ഓക്കെ. നമുക്ക് ആവശ്യമുള്ള സാധനമൊക്കെ നമ്മൾ കൈ വെച്ചിട്ട് ബാക്കിയെല്ലാം മുന്നോട്ട് തന്നെ വെച്ചേക്കാം. സ്പോർട്സിനകത്ത് ചെയ്യട്ടെ, ഷുഗർ കെയിനകത്ത്. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ അടുത്ത് എവിടെ ഒരു വില്ലേജ് ഉണ്ട് ഗൈസ്. കാരണം ഈ കഴിഞ്ഞ സീരീസ് കളിച്ചപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്. ഇവിടെ തന്നെയാണ്. നമുക്ക് അവിടെ പോയി കുറച്ച് ഫുഡ് കിട്ടുമെന്ന് നോക്കാം. നമുക്ക് അയൺ ഗോളൊക്കെ തടണം ഗൈസ്. കുറച്ച് അയൺ കിട്ടും. നമുക്ക് അവിടുത്തെ അയൺ ഗോളത്തെ തട്ടിയിട്ട് ഇങ്ങോട്ട് വരാം. അപ്പോൾ അവിടെ ചിലപ്പോൾ അടുത്തോട്ട് പോകുമ്പോൾ വേറെ സ്പോണാൻ ചാൻസ് ഉണ്ട്. ഇങ്ങോട്ട് എവിടെ ഉണ്ടായിരുന്നു ഗൈസ്? വില്ലേജ് എവിടാന്ന് മറന്നു. കഴിഞ്ഞ സീരീസിൽ ഇവിടെ കുറച്ച് സോംബി സ്പോണറൊക്കെ ഉണ്ട്. ഞാൻ നോക്കിയില്ല അതൊക്കെ അവിടെ തന്നെ ഉണ്ടോ എന്നൊക്കെ. അങ്ങോട്ട് അവിടെ ഉണ്ടായിരുന്നു ആ വില്ലേജിൽ. തേങ്ങ കണ്ടുപിടിക്കണം. വെച്ചാവണം ഗൈസ്. ഉടനെ തന്നെ ഡ്രാഗനെ കൊല്ലണം. അത് വില്ലേജ് ഓർമ്മയുണ്ട്. എനിക്കൊന്ന് മറ്റേ വില്ലേജിനെക്കാട്ടും കുറച്ച് വില്ലേജാണ്. കണ്ട ഗൈസ്, ആ ഷീപ്പിന്റെ ദേഹത്തൊക്കെ കയറിപ്പോ അതിന്റെ ബോഡി കാണാൻ പറ്റുന്നു. ബഗ്ഗാണോ എന്ത് സംഭവം നടക്കില്ല. ഇവിടെ റൂയിൻഡ് പോർട്ടൽ ഉണ്ട് ഗൈസ്. കഷ്ടപ്പെടേണ്ടി വരത്തില്ല. നമുക്ക് ഈ വില്ലേജൊക്കെ ഒന്ന് അടിച്ചു മാറ്റിയിട്ട് കാറ്റുണ്ട്. എല്ലാം എൻ്റെ മാറി എല്ലാം എനിക്ക് വേണം. മൊത്തം ഞാൻ കൊണ്ടുപോയി. ഒരുമാതിരി ഇല്ല അവിടെ അതുകൊണ്ട് സേബില് ഒരു ഹോ ഉണ്ടായിക്കൊണ്ടുവരണ്ടായിരുന്നു. പൊട്ടിക്കാൻ പാടാം. അതിന് കൈ കൊണ്ടടിച്ചാൽ പൊട്ടിക്കും. ഈ ഹേബെല്ലും കൊണ്ട് നമുക്ക് ബ്രെഡ് ആക്കാം ഗൈസ്.
കുറച്ചു കാലം ഇങ്ങനെ ഓടട്ടെ. രാത്രിയാവുന്നോ എന്ന് സംശയം. കാണാം, ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ. ഇവിടുന്ന് ഫുഡിന് ക്ഷാമം വരുന്നില്ല. ഞാൻ ആദ്യം ഒന്ന് കയറി കിടന്ന് ഉറങ്ങട്ടില്ലെങ്കിൽ മറ്റേ അയൻകോളത്തിനോട് തട്ടാൻ കൈസ്. ഉണ്ടോ ബഗ് ബഗ് കണ്ടോ? ഓക്കെ, നമുക്ക് കുറച്ച് ഫുഡ് കൊടുത്താൽ അയൻകോളത്തിൽ തട്ടിയിട്ട് നൈസിലൂടെ അങ്ങനെ പറയാം. ഇഷ്ടം പോലെ ഹേബലുണ്ട് ഗൈസ്. ഇതുകൊണ്ടോട്ട് എനിക്ക് ആക്സ് പൊട്ടും. അയ്യോ, പെട്ടെന്ന്. പിന്നെ നമ്മൾ ഫേസ് ക്യാം നേഴ്സിനങ്ങ് ഒഴിവാക്കി. നമുക്ക് ഇടയ്ക്കൊക്കെ വല്ലപ്പോഴും ഫേസ് ക്യാം പറ്റി എഴുതാം. ഫേസ് ക്യാം ഒന്നാമത് ഞാൻ വീഡിയോ എടുക്കുന്ന ഫേസ് ക്യാമിന് ക്യാമറയ്ക്ക് ക്വാളിറ്റി ഇല്ല ഗൈസ്. പിന്നെ രണ്ടാമത് അത് എഡിറ്റ് ചെയ്യാൻ നല്ല പാടാണ് ഗൈസ്. മൂന്നാമത്തെ കാര്യം, ഫേസ് ക്യാം വെച്ചാൽ പിന്നെ ഫുള്ള് കാണാനൊന്നും പറ്റത്തില്ല. ചെറിയ പ്രശ്നം, മറ്റേ ഡിസ്പ്ലേക്ക് നമ്മൾ ഫേസ് ക്യാം വയ്ക്കുന്ന സ്ഥലത്തൊന്നും കാണാൻ പറ്റില്ല. അതുകൊണ്ട് വല്ലപ്പോഴൊക്കെ ഫേസ് ക്യാം എടുക്കാം. അല്ലാത്തപ്പോൾ നമുക്ക് അവിടെ നിൽക്കുമ്പോൾ എങ്ങാനും അടിമാറി കൊള്ളണതുണ്ട്. ഇവിടെ ഗ്യാസ് പോകാൻ പറ്റാതെ ഇവിടെ കുത്തി നിന്നിട്ട് കയറാൻ സ്ഥലമില്ല. സ്നാക്സ് പോകട്ടും പൊട്ടി കമ്പൗണ്ട് അടിച്ചില്ല. കമ്പൗണ്ട് അടിക്കാൻ ചുട്ടടി കൊടുക്കണം. മലയന്മാരൊക്കെ നന്നാവട്ടെ. ചെയ്യാന്നോടാ ചൈനയിന് വേണ്ടി ഒരു പാവത്തെ കൊല്ലുന്നു നോക്കും. നമുക്കത് നൈസിന് ഇവിടെ നിന്ന് അടുത്തോട്ട് വരുമ്പോൾ ചിലപ്പം ഒന്നോട്ട് സ്പോണാവാൻ ചാൻസ് ഉണ്ട്. എത്ര ഉണ്ട്? 5 കിട്ടി. 5 കിട്ടി. ഓക്കെ, പാവത്തിന് തല്ലിക്ക് വന്നു. വില്ലേജ് സംരക്ഷിക്കേണ്ടതായിരുന്നു. എങ്ങനെയായിരുന്നു ചെറുക്കനെ? ഇത് ഇഷ്ടം പോലെ ഹേബലുണ്ടല്ലോ. ഇത് വലിയ വില്ലേജാന്ന് തോന്നുന്നു. എൻ്റെ ഇപ്പോൾ 13 വീട്ടിൽ ഇരിപ്പുണ്ടായിരുന്നു. വീട്ടിൽ ഹേബലെല്ലാം തെറ്റില്ല. ഇവിടുത്തെ കംപ്ലീറ്റ് ഹേബലെ നമ്മൾ യൂട്ടി എന്നിട്ട് കണ്ട് ഇതൊക്കെ ഇവിടെ നടന്നു വരുന്നു. ഓ, ഇങ്ങനൊക്കെ വഴി ഇവിടെ. ഞങ്ങൾക്ക് ഇവിടെ ഒരു ബ്ലാക്ക് സ്മിത്ത് കേസ്. നമുക്ക് വിവരന്മാരൊന്നും ഇല്ല. ഒരു പാൻറ്റ്, ഒരു ഹോർസ് ആർമർ. ഓക്കെ കേസ്, നമുക്കൊരു കുതിരയൊക്കെ ഗെയിം ചെയ്യാൻ കേസ്. ഒരു സാളിലൂടെ കിട്ടുമായിരുന്നെങ്കിൽ അത്രയ്ക്ക് ഉപകാരമില്ല. അതൊക്കെ ഒന്നും ഇല്ലല്ലോ. ഓക്കെ, നമുക്ക് വലിയ വലിയ വീട്ടിലൊക്കെ ഒന്ന് കയറി നല്ല ലൂട്ടൊക്കെ ഉണ്ടോ നോക്കിയിട്ട്. ഒന്നും ഇല്ല കൈസ്. അങ്ങോട്ട് ഇല്ലല്ലോ. ഇല്ല, നമുക്ക് അങ്ങോട്ടോ ഇവിടെ 2 ബ്ലാക്ക് സ്മിത്ത് കാണുന്നുണ്ടോ? ഞാൻ വരുന്ന വഴിക്ക് ഒരു ബ്ലാക്ക് സ്മിത്തിനെ കണ്ടായിരുന്നു ഗൈസ്. ഇവിടെ പൊട്ടറ്റോ വേണ്ട, ആ സാധനം കൊണ്ട് വലിയ ഉപകാരമൊന്നുമില്ല. നമുക്ക് ഇത്രയും ഹേബേൽ പൊട്ടിച്ചാൽ നമുക്ക് ഒരു സ്റ്റാക്ക് 20 ഹേബേലും കിട്ടി ഗൈസ്. ഇത് വീറ്റാക്കി ബ്രെഡ് ആക്കുമ്പോൾ എന്നാലും ആവശ്യത്തിന് കിട്ടേണ്ടതാണ്. വീട്ടിലൊന്നുമില്ല. എന്താ പറയുക, ഇവിടെ 2 ബ്ലാക്ക് സ്മിത്ത് ഇല്ലായിരുന്നോ എന്നൊരു സംശയം. ഉണ്ടോ ഇവിടെ? ഇവിടെ ഒന്നുമില്ല ഗൈസ്. വില്ലേജ് മൊത്തം ലൂട്ടിട്ട് അതുകൊണ്ടാണ് ഗൈസ് ബ്ലാക്ക് സ്മിത്ത്. സ്പീഡ് പറഞ്ഞു. ബ്രെഡ് എന്തായാലും ഇഷ്ടം പോലെ ബ്രെഡ് കിട്ടും. കുറച്ച് കാലത്തേക്ക് സർവൈവ് ചെയ്യാൻ നമുക്ക് ബ്രെഡ് കിട്ടും. ഇവിടെ വല്ലതും ഉണ്ടോ? കുറച്ച് അയണുണ്ട്. അത് നമുക്ക് കൊണ്ടുപോകാം. ഇത് ബണ്ടിലുണ്ട്. ഒരു ആപ്പിളുണ്ട്. ഈ ഹെൽമെറ്റ് കിട്ടി ഗൈസ്, അത് കൂടെ എടുത്ത് ഇട്ടേക്കാം. ഹെൽമെറ്റ് ഇട്ടു, പാൻറ് ഇട്ടു. ഇനി നമുക്ക് അയൺ ആർമർ ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ ആയോ എന്ന് ചോദിച്ചാൽ ഇനി എന്തൊക്കെയാണ്? ചെസ്റ്റ് പ്ലേറ്റ് ഇല്ല ഗൈസ്, ആയിട്ടില്ല. ഇവിടെ വേറെ വല്ല വില്ലേജ് ഉണ്ടോ? പറയാൻ പറ്റത്തില്ല. നമുക്ക് ഉടനെ ഇത് മൊത്തം ക്രൈം ഒബ്സീഡിയൻ ആണല്ലോ. ഒരു ഒബ്സീഡിയനും ഉണ്ട്, ഒരു ഫ്ലിന്റ് ആൻഡ് സ്റ്റീൽ ഉണ്ട്. അതിലൊക്കെ എടുത്ത് വെച്ചാൽ എപ്പോഴും ആവശ്യം വരുന്നത് പറയാൻ പറ്റത്തില്ല. ഇതൊക്കെ ഞാനിപ്പോൾ എങ്ങനെ പൊട്ടിച്ചെടുക്കും? കുറേ പാടുപെടും ഗൈസ്. നെതർ കിട്ടണമെങ്കിൽ കുറേ പാടുപെടും. ഇതിപ്പോൾ എങ്ങോട്ടാണ് ഞാൻ പോകേണ്ടത്? അയ്യോ, കോർഡിനേറ്റ് പറഞ്ഞു. നമ്മുടെ വീട് അവിടെ അല്ലേ? നമ്മുടെ വില്ലേജ് അവിടെ ആയിരുന്നു. ഇങ്ങോട്ട് വരാണ്ടല്ലായിരുന്നു. മറന്നു ഗൈസ്, ഞാൻ കോർഡിനേറ്റ് പോകണ്ട. ഗൈസ്, കോർഡിനേറ്റ് മറന്നു എഴുതി വെച്ചിരുന്നു.
ഇങ്ങോട്ടാ നേരെ ഓടിക്കാൻ മതി തോന്നുന്നു ഗൈസ്. നമ്മുടെ ടൂൾസ് ഒന്നും കിട്ടില്ല ഗൈസ്. ബ്ലാക്ക് സ്മിത്തിൻ്റെ അടുത്ത് പോയി എന്താ ചെയ്യാനാണ്. -168 -847 ഗൈസ് നമ്മുടെ കോർഡിനേറ്റ്. മറന്നു എങ്ങോട്ടൊക്കെയാ പോകേണ്ടത്. വേണ്ട രണ്ടെണ്ണം നിൽക്കുന്നു. നോക്കിയാൽ കയറും. ചാവാൻ വയ്യ. അയ്യോ നീ അവിടെ വരെ ഓടണം. ഞാൻ വില്ലേജ് എത്ര ഗൈസ് വില്ലേജ് എത്തിട്ടാണ്. അങ്ങനെ ഗൈസ് നമ്മളവിടെ വില്ലേജിലെത്തി. നീ ഈ അയൺകുളത്തോടെ തട്ടാൻ ഗൈസ്. അപ്പോൾ നമുക്ക് ഏകദേശം നമ്മുടെ ഇതുകൊണ്ട് മതിയല്ലേ. കമ്പ്യൂട്ടർ അടിക്കാം. അപ്പോൾ നമുക്ക് ഏകദേശം നമ്മുടെ ആർമർ ഫുള്ളുണ്ടാക്കാനുള്ള അയൺ കിട്ടുമായിരിക്കും. പിന്നെ നമുക്ക് കേവിൽ പോകാനായിട്ട് കുറച്ച് സേഫ്റ്റി ആയിരിക്കും. എക്സ്പ്ലോർ ചെയ്യണ്ടേ കേവൊക്കെ. അടിക്കാം. പിക്കാക്സ് ഇട്ട് അടിക്കാം. നമുക്ക് തോണ്ടി കൊല്ലം കേട്ടോ. ഇതൊക്കെ നടക്കത്തുള്ളൂ. ഇത് ചെയ്യാനാണോ ഒരു പാവത്തിനെയൊക്കെ ഇങ്ങനെ കൊല്ലണ്ട ഒരവസ്ഥ ആലോചിക്കുമ്പോഴേ. 15 കിട്ടി. നമുക്ക് ഇത് വെച്ച് ആർമർ കംപ്ലീറ്റ് ഉണ്ടാക്കാം. എന്നിട്ട് നമുക്ക് ഇവിടെ വല്ല കേവ് അടുത്തോളം ഉണ്ടോ നോക്കാം. ജിബിട്ട് ഓക്കെ. നമുക്ക് ഇതൊക്കെ ഇതിനകത്തോട്ട് വെച്ചേക്കാം. വീറ്റ് സീഡ് ക്യാരറ്റിനകത്ത് ഇരിക്കട്ടെ. നമ്മൾ അവിടെ നിന്ന് വെട്ടിയെടുത്ത വീറ്റ് ഉണ്ട്. വീറ്റ് നമ്മുടെ അടുത്ത് കൈ വെച്ചേക്കാം. ഒബ്സീഡിയൻ ആപ്പിള് ഫ്ലിന്റ് ആൻഡ് സ്റ്റീലൊക്കെ ഇതിനകത്ത് ഇരിക്കട്ടെ. നമുക്ക് ആവശ്യം വരും. ഇനി നമുക്ക് ആദ്യം നമുക്ക് ഫുഡ് സെറ്റാക്കാം ഗൈസ്. നമ്മുടെ വെച്ചിട്ട് നമുക്ക് വീറ്റ് ആക്കാം കംപ്ലീറ്റ്. എത്ര സ്റ്റാക്ക് കിട്ടും ഗൈസ് നോക്കട്ടെ. ഒന്നത്തിന് 3 ഇതൊന്നും അറിയുള്ളൂ. പറയാൻ പറ്റത്തില്ല. എനിക്ക് ബ്രെഡ് ഇഷ്ടമാണ്. മിക്കവാറും ക്യാരറ്റ് തന്നെയാണ്. പിന്നെ നമുക്ക് ട്രേഡിംഗ് ഹാളൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് ക്യാരറ്റ് ഒപ്പിക്കാം. ഗോൾഡൻ ക്യാരറ്റ് ഒപ്പിക്കാം ഗൈസ്. ഗോൾഡൻ ക്യാരറ്റ് ഏതാണ്ട് 1 2 3 4 5 6 7 8 9 10 11 12 സ്റ്റാക്ക് വീറ്റ് കിട്ടി ഗൈസ് നമുക്ക്. 12 സ്റ്റാക്ക്. എത്ര ബ്രെഡ് ഇപ്പം 12 സ്റ്റാക്ക് എന്ന് പറയുമ്പം കണക്കിൽ ഇത്തിരി വീക്കാം. ഇത് ഫുള്ള് ഞാൻ ഫുഡാക്കട്ടെ ഗൈസ്. അങ്ങനെ നമ്മൾ 12 സ്റ്റാക്ക് വീറ്റ് ബ്രെഡ് ആക്കിയപ്പോൾ നമുക്ക് 4 സ്റ്റാക്കും 4 ബ്രെഡും കിട്ടി. പിന്നെ 2 വീറ്റ് എക്സ്ട്രാ വന്നു. അത് നമുക്ക് വെച്ചേക്കാം. നമുക്ക് മറ്റേ ഇത് ആവശ്യം വരും ഗൈസ്. നമ്മുടെ സാധനമൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ മറ്റേ കൗവിനെയും ഇതിനെയൊക്കെ നമുക്ക് ബാക്കിയെല്ലാം ഇതിനകത്തോട്ട് വെച്ചിട്ട് ഉച്ചാകെ കൈ വെച്ചേക്കാം. എന്നിട്ട് നമുക്ക് ആർമർ ഉണ്ടാക്കാം ഗൈസ്. നമ്മൾ ഇന്ന് തന്നെ കംപ്ലീറ്റ് അയൺ ആർമർ ആവും ഗൈസ്. മിക്കവാറും ഇതായി ബൂട്ടായി. ചെസ്റ്റ് പ്ലേറ്റ് ഉണ്ടാക്കാത്ത ചെസ്റ്റ് പ്ലേറ്റ് ആയി. ബാക്കി 3 ഉണ്ട് ഗൈസ്. 3 വെച്ച് നമുക്ക് ഒരു ഷീൽഡ് ഉണ്ടാക്കാം. അയ്യോ ഒരു കൂട്ടിൻ്റെ കുറവുണ്ട് ഗൈസ്. നമുക്ക് ഒരു കൂട്ട് കൂടെ തയ്ക്കട്ടെ. കൈ കൊണ്ട് വെട്ടിയെടുക്കാം. ഓക്കെ സർവ് സെറ്റ് ആയിട്ടുണ്ട്. ഇതിനകത്ത് വെച്ച് പ്ലാങ്ക് ആക്കുമ്പോൾ 4 വുഡ് കിട്ടും. ബാക്കി ഇതുകൂടെ വെച്ച് ഇങ്ങനെയല്ലായിരുന്നു. ഒരു ഷീൽഡ് ആയിട്ടുണ്ട്. അടുത്ത് നമുക്ക് 2 എണ്ണം ഉണ്ട് ഗൈസ്. നമുക്കൊരു വാളുണ്ടാക്കാം. ഇത് ശൗകര്യമാണെന്നിട്ട് മറന്നു. അത് ഗൈസ് അങ്ങനെ നമ്മൾ കംപ്ലീറ്റ് അയൺ ആർമറിലോട്ടായിട്ടുണ്ട് ഗൈസ്. കണ്ടോ നിമിഷ നേരം കൊണ്ട് നമ്മൾ കംപ്ലീറ്റ് അയൺ ആർമർ മതി. മൈനിങ്ങിന് പോലും പോയില്ല. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ നിർത്താം. അടുത്ത വീഡിയോയിൽ നമുക്ക് അയൺ മൈനിങ്ങിന് പോകാം ഗൈസ്. നമ്മൾ അടുത്ത കേവിൽ ഇറങ്ങുമ്പോൾ ഇപ്പം ഫുൾ പാക്കപ്പ് ആയിട്ടുണ്ട്. അപ്പം അടുത്ത വീഡിയോ കാണുന്നവരെ ഇറ്റ്സ് മൈ സൈനിങ് ഓഫ് ഗൈസ്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല. അപ്പം ഗുഡ് ബൈ ഗൈസ്.